നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അച്ഛനിൽ നിന്നിട്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ രാവിലെ വേദയ്ക്ക് ട്യൂഷനുണ്ട്. അച്ഛന് നമുക്ക് ആറ്റുകാൽ കുറച്ച് സ്ഥലം ഒരാൾ പറഞ്ഞു അതങ്ങനെ നോക്കാനായിട്ട് അച്ഛൻ പോവാണ്. അപ്പോൾ ഏട്ടൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സച്ചുവാണ് കൂടെ പോകുന്നത്. ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്നിട്ട് ഒരു 9-9.25 സെൻറ്റ് എന്തോ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇതുപോലെ അച്ഛനും ഏട്ടനും ഇതുപോലെ കൺസ്ട്രക്ഷൻ പരിപാടികളുണ്ട്, റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടികളുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നൊരു അച്ഛനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം നോക്കാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ഒരു 9.25 സെൻറ്റ് ഉണ്ട്. അത് ഒരുമിച്ചും സെപ്പറേറ്റ് രണ്ട് പ്ലോട്ടായിട്ടും കൊടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി. അച്ഛൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അമ്പലത്തിനോട് ചേർന്നായതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. കാരണം സത്യമായിട്ട് നമുക്കൊക്കെ നമ്മൾ തിരുവനന്തപുരംകാരിയാണെങ്കിലും ഏറ്റവും വലിയൊരു ആഗ്രഹം ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്നൊരു സ്ഥലം, പിന്നെ ഒരു ആറ്റുകാൽ ഏറ്റവും പ്രശസ്തമായ പൊങ്കാല വരുമ്പോൾ മറ്റുള്ളൊരു വീട്ടിൽ പോവാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പൊങ്കാല ഇടണം. അത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒരു വീടുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അതിനെപ്പറ്റിയൊന്നും അധികം ചിന്തിക്കുന്നില്ല എന്നുള്ളതാട്ടോ. എപ്പോഴേലും പറ്റുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആറ്റുകാൽ അമ്പലത്തിനോട് ചേർന്ന് ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊങ്കാല ഇടാൻ അമ്പലത്തിനോട് ചേർന്ന് പറ്റണം എന്നൊരാഗ്രഹം. എപ്പോഴെങ്കിലും നടക്കട്ടെ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആ ഒരു സ്ഥലം വാങ്ങാനുള്ളൊരു ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നോക്കിയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ നമ്പർ കൊടുത്തേക്കാം, ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സംസാരിച്ചാൽ മതി, അച്ഛൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്. അപ്പോൾ അവർ രാവിലെ പോകുന്നത് കൊണ്ട് വേദയെ ട്യൂഷനാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേദയെ ട്യൂഷന് വിടാൻ പോകണമായിരുന്നു. അത് മാത്രവുമല്ല, എനിക്കിന്ന് ഇവിടെ കുറച്ച് കൂടുതൽ പണിയുണ്ട്. കാരണം ബിരിയാണി വെക്കുന്നതെന്ന് ഞാനാണ്. ചീമയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാൻ കൊതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ബിരിയാണി വെക്കണം. വേദയെ വിട്ടിട്ട് വന്ന് ബിരിയാണി വെച്ച് പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. ഭയങ്കര പാടാട്ടോ. ഇതിപ്പം ഞാൻ ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ അച്ഛനും സച്ചും കൂടെ പോയപ്പോൾ വേദയെ അവിടെ ആക്കിയിട്ട് പോകും. അവർ അവിടെ പോയി സൈറ്റെല്ലാം കണ്ട ശേഷം തിരിച്ച് വരുമ്പോൾ വേദയെ വിളിച്ചിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് വിളിച്ചുകൊണ്ടും വരണ്ട, കൊണ്ടാക്കുകയും വേണ്ട, വിളിച്ചുകൊണ്ടും വരണ്ട, ബിരിയാണിയും വയ്ക്കാം. അപ്പോൾ അമ്മ എനിക്ക് ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് പിറക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത്, ചിക്കനായാലും സവോള വറുത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ്, ടൊമാറ്റോ അരിഞ്ഞ്, സവോള അരിഞ്ഞ്, അണ്ടിപ്പരിപ്പ് വറുത്ത്, മുന്തിരി, എല്ലാ സകലമാന കാര്യങ്ങളും അമ്മ ചെയ്തവിടെ വച്ചേക്കും. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ വേഷം കണ്ട് ചീമ കന്നാസും കടലാസും ഒരു ചാക്കൂടെ തന്നാൽ അതുപോലെ സ്ക്രാപ്പ് പറക്കാനായിട്ട് പോകാൻ കൊള്ളാമെന്ന് പറഞ്ഞ് ചീമേനെ കളിയാക്കാം കേട്ടോ. എനിക്ക് മോസ്റ്റ് കംഫർട്ടബിൾ വെയറിങ് ആണ് ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ അത് മാത്രമല്ല, ലൂസായിട്ട് കിടക്കുന്ന എല്ലാം ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനത് ഇട്ടപ്പോൾ ഒരു കതറ കുതറ ലുക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ അമ്മ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് പറക്കി വെച്ച് തന്നിട്ട്, അമ്മയ്ക്ക് ബീഫ് പിക്കിളിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. ഫിഷ് പിക്കിളിൻ്റെ കുറച്ചുണ്ട്, അത് അമ്മ നാളെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ബീഫ് പിക്കിൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബീഫ് നല്ലത് കിട്ടുമായിട്ട് ഇന്ന് വാങ്ങി അമ്മ പിക്കിൾ ഉണ്ടാക്കുന്ന അങ്ങോട്ടേക്ക് അമ്മ പോയി. എനിക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി പറക്കി തന്നിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോയി. ഞാൻ കിച്ചണിൽ നിന്ന് ബിരിയാണി വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി വയ്ക്കുന്നതിൻ്റെ. അതുകൊണ്ടാണ് പിന്നെ എപ്പോഴെപ്പോഴും കാണിക്കേണ്ടതെന്ന് കരുതിയത്. അമ്മ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ സവോള വറുത്ത് കോരി വയ്ക്കും, പിന്നെ തീയലിന് വറുത്ത് കോരി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണ്. എന്നോട് ഇത് കാണീര്, ഞാൻ വറുത്ത് വെച്ചേക്കണ കാണീര്, സവോള ഞാൻ വറുത്ത് വെച്ചിരിക്കണ കാണീര്, ഞാൻ തീയലിന് വറുത്ത് വെച്ചേക്കണ കാണീര് എന്ന് പറഞ്ഞ ഒരേ ബഹളം. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സവോള വറുത്ത് വെച്ചിരിക്കുന്നതും തീയലിന് വറുത്ത് വെച്ചിരിക്കുന്നതും പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ അമ്മ കാണിച്ചു തരാം കേട്ടോ. അതേ കണ്ടോ, തീയലിന് ഇങ്ങനെ വറുത്ത് വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ തീയലിന് അരച്ച് പേസ്റ്റാക്കി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ജോലി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്തായാലും അരിഞ്ഞ് പറക്കിയൊക്കെ അമ്മ തന്നത് കൊണ്ട് ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെയായി. ഒരു ബിരിയാണി പോട്ടിലെ റൈസും വെച്ചു, ഒരു ബിരിയാണി പോട്ടിൽ ചിക്കനും വെച്ചു. ഇനി ദം ഇട്ടാൽ മാത്രം മതി കേട്ടോ. ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കൈമ റൈസിലാണ് വെക്കുന്നത്. അമ്മയ്ക്ക് കൈമ റൈസിൽ ബിരിയാണി ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് കൈമ റൈസിൽ ബിരിയാണി വെച്ചാൽ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും കൈമ റൈസിൽ തന്നെ ബിരിയാണി വെക്കണം. അപ്പോൾ അച്ഛൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പക്ഷി മൃഗാദികളെ കഴിക്കുന്നില്ല. അതായത് ചിക്കൻ, ബീഫ്, മട്ടൻ, ഈ വക സാധനങ്ങളൊക്കെ അച്ഛൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നാണ് പറയുന്നത്. കുറേ നാളായിട്ട് ഞാൻ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി അച്ഛൻ ആ വക സാധനങ്ങൾ ഒഴിവാക്കി. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ടുള്ള റൈസ് മാറ്റി വെച്ചിട്ടാണ് ബാക്കി നമുക്കുള്ളത് ദം ഇടുന്നത് കേട്ടോ.
റൈസ് സെപ്പറേറ്റ് വയ്ക്കും, ചിക്കൻ സെപ്പറേറ്റ് വയ്ക്കും, എന്നിട്ടാണ് ദമ്മിടുന്നത്. ഇതിൻ്റെ 2 വീഡിയോ ഞാൻ ആക്ച്വലി നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു വീഡിയോ കുറച്ച് വ്യൂസൊക്കെ നമുക്കുള്ള ഒരു വീഡിയോ ആണ്. അത് ആക്ച്വലി ഞാൻ വേറെ സ്കൂളിൽ വിടുന്ന സമയം ഭയങ്കര ധൃതിയിലുണ്ടാക്കിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി, ഈ സെയിം റെസിപ്പി തന്നെയാണ്, പക്ഷെ അത് ഭയങ്കര വ്യൂ ആയിരുന്നു. അല്ലാതെ തന്നെ ചീമയുടെ എന്തോ ഒരു ഫംഗ്ഷന് ഞാൻ വെച്ചൊരു വീഡിയോയും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ ബിരിയാണി വയ്ക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ബിരിയാണി വെച്ചു. അതിലേക്ക് ഇനി ദമ്മിടുന്ന സാധനങ്ങളെല്ലാം പറക്കിയിടുക. ഇത് അച്ഛന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഗീ റൈസ് ആട്ടോ. കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ട് എൻ്റെ മുകളിൽ കുറച്ച് നെയ്യും സവോളയൊക്കെ വറുത്തിട്ടതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് അച്ഛൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ്, പിന്നെ സവോള വറുത്തത്, മുന്തിരി, അണ്ടിപ്പരിപ്പ് വറുത്തത്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സീക്രട്ട് റെസിപ്പീസ് ആയിട്ടുള്ള സീക്രട്ട് മസാലപ്പൊടികളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇടും കേട്ടോ. സീക്രട്ടൊന്നുമില്ല, കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, അത്രയേ ഉള്ളൂ. എന്ത് തന്നെയായാലും ബിരിയാണി ഒരു വികാരം തന്നെയാണല്ലേ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം തന്നെയാണ് ബിരിയാണി. ഞാനാണെങ്കിൽ ബിരിയാണി ആണെങ്കിൽ എനിക്ക് ഡയറ്റും ഇല്ല, ഒന്നുമില്ല, പാത്രം തീരുന്ന വരെ ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബിരിയാണി എന്ന് പറഞ്ഞാൽ. പക്ഷെ എനിക്ക് ചിക്കൻ അത്ര വേണമെന്നില്ല കേട്ടോ, റൈസ് മതി, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ്. ആ ബിരിയാണിയുടെ ഫ്ലേവറുള്ള റൈസ് മാത്രമായാലും മതി. എനിക്ക് ചിക്കൻ വേണമെന്ന് വലിയ നിർബന്ധമല്ല. അതുപോലെ എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് തമിഴ്നാട് ഫുഡ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഗീ റോസ്റ്റ് ആയാലും, അവരുടെ ഇഡ്ഡലി ആയാലും, അവരുടെ സാമ്പാറായാലും, അവരുടെ കൊത്തു പൊറോട്ട, അവരുടെ ബിരിയാണി ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ വൃത്തി കുറവ് വളരെയാണ്. നമ്മുടെ അത്രയും വൃത്തി തമിഴ്നാട്ടിലില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കഴിക്കാൻ മടിക്കും. അവരുടെ ഈ കൊച്ചു കൊച്ചു കടകളിലെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഒരു വൃത്തിക്കുറവ് തോന്നിയിട്ട് കഴിക്കാൻ പലയിടത്തുനിന്നും മടിക്കും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കഴിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമാണ്. ആ കഴിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ പണി കിട്ടാറുമുണ്ട് കേട്ടോ. എങ്കിലും അവരുടെ ഒരു ചിക്കൻ ആയാലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അവരുടെ കൊത്തു പൊറോട്ടയൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഈവൻ അവരുടെ കോഫി, അവരുടെ ചായ ഒക്കെ ഒരു പ്രത്യേക, ഉഴുന്ന് വട, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാധാരണ ബിരിയാണി, ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഒരു ലെയറിലേ ഞാൻ ദമ്മിട്ടുള്ളൂ, എല്ലാം കൂടി ദമ്മിടാനായിട്ട് നിന്നില്ല. റൈസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. എപ്പോഴും 1 കിലോ അരി വയ്ക്കും നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട്, അത് ഒരുപാട് ബാക്കി വരും. അതുകൊണ്ട് ഇപ്പം 1 കിലോ അരി വാങ്ങിച്ച് വച്ചില്ല, അതിൽ 1 ഗ്ലാസ് അരി മാറ്റിയിട്ടാണ് പ്രാവശ്യം വച്ചത് കേട്ടോ. അത് ധാരാളം. അത് കഴിഞ്ഞത് സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സച്ചിൻ തൈര് ഒഴിച്ച ഒരു സാധനങ്ങളും കഴിക്കത്തില്ല, അതുകൊണ്ട് സച്ചിന് തൈര് ഒഴിക്കാത്ത സാലഡും ഞങ്ങൾക്കെല്ലാവർക്കും തൈര് ഒഴിച്ച സാലഡും. പിന്നെ അതേ എന്നെ കൊണ്ട് അമ്മ ഇവിടെ പട്ടിപ്പണി ചെയ്യിക്കുകയാണ് കേട്ടോ. ഞാനിവിടെയൊക്കെ വൃത്തിയാക്കാണ്. എന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവും. ഇന്നിപ്പോൾ ഞാൻ കരുതി പാവൂല്ലേ ഒന്ന് സഹായിച്ച് കൊടുത്തേക്കാന്ന് കരുതി. ഒന്നുമല്ല, അവിടെ ഇരുന്ന് ബീഫ് പിക്കിളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെല്ലാം ഇനി ഇട്ട് വന്നിട്ട് ഇവിടെ ഇനി എപ്പോൾ വൃത്തിയാക്കാനാണെന്ന് ഞാനങ്ങ് കരുതി. കാലൊന്നും വയ്യാത്തതല്ലേ, ഒന്നിവിടെ തുടച്ച് വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ട് പോവാം, ഞാനല്ലേ ഇവിടെയൊക്കെ വൃത്തികേടാക്കി എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ട് അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ബീഫ് പിക്കിളാണേ. അങ്ങനെ ഞാൻ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ നീ തുടക്കണ്ട ഞാൻ തുടച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ പാവമല്ലേ എന്ന് കരുതി തുടച്ചിട്ട് കൊടുത്തു. ഒരു കാര്യമുണ്ട് കേട്ടോ, അതിപ്പോൾ ഞാനായാലും അമ്മയായാലും നമ്മൾ വൃത്തിയാക്കുന്ന സ്ഥലത്ത് നമ്മൾ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ, ഇപ്പം അമ്മ വൃത്തിയാക്കുന്ന സ്ഥലം ഞാൻ ഇനി എത്ര വൃത്തിയാക്കിയിട്ട് കൊടുത്താലും അമ്മയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. അതിപ്പോൾ എനിക്കായാലും എൻ്റെ കിച്ചണിൽ അമ്മ വൃത്തിയാക്കിയിട്ടാലും ഞാൻ പുറകെ വന്ന് ഒന്നുകൂടെ വൃത്തിയാക്കും കേട്ടോ. നമുക്ക് നമ്മുടെ കിച്ചണിൽ നമ്മൾ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. ഇതെന്താ സംഭവം നോക്കിയേ, പാവം എൻ്റെ വീഡിയോ ആരും കാണാനില്ലാതെ അങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും അമ്മ ഇങ്ങനെയാണ്, കറക്റ്റ് 11 മണിയാകുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കും, അതിനെ ഓൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും അമ്മ ജോലി ചെയ്യുന്നത്. അതിന് സ്റ്റാറ്റസ് ഇടും, വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് ഫുൾ ജോലിയും ചെയ്യും. ജോലി ചെയ്ത ശേഷം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് ഒന്നുകൂടെ കാണും കേട്ടോ. അപ്പോൾ എനിക്ക് 2 വ്യൂ ആയി എന്നെ വളർത്തുന്ന പാവം അമ്മ. അപ്പോൾ ബിരിയാണി എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരുന്നപ്പോഴേക്കും വേദ വന്നു. ട്യൂഷനും കഴിഞ്ഞു, സച്ചിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വേദയും വിളിച്ചിട്ട് വന്നപ്പോൾ ചീമയ്ക്ക് കരിക്കെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. ഒരു കറക്റ്റ് 12 മണിയായപ്പോൾ തന്നെ എത്തി. പിന്നെ ഒരു 12:30 മണിയൊക്കെ ആകുമ്പോഴല്ലേ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നും വേദ എന്തോ അവളുടെ ചാനലിൽ ഇടാൻ വീഡിയോ വേണമെന്നും പറഞ്ഞ്, ഇപ്പോൾ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എല്ലാ സാറ്റർഡേ ചോദിക്കാം, അമ്മ നാളെ നമുക്ക് എന്തോന്ന് വീഡിയോ ഇടാം എന്ന് പറഞ്ഞിരിക്കും.
ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇങ്ങനെ യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ കാണും കേട്ടോ, അതും കുത്തിപ്പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ വേദയ്ക്ക് ഒരു കുഞ്ഞ് വീഡിയോ എല്ലാം എടുത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ദം പൊട്ടിക്കാൻ സമയമായി. ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മൂടി വെച്ച്, നമുക്ക് ദമ്മൊന്നും ഇടാനുള്ള അത്രയും സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചു. വച്ച ശേഷം അതിനൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ചോറും ചിക്കനും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ അങ്ങനെ മിക്സ് ചെയ്യാണ്ട് നമുക്കത് കോരാനും ഒരു യഥം കിട്ടുന്നില്ല. അതൊക്കെ അത്രയും പ്രാക്ടീസ് ഉള്ളവർ ചോറ് സെപ്പറേറ്റ് ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ബിരിയാണി എടുക്കും. പക്ഷെ നമ്മളെ കൊണ്ട് അത്രയും പറ്റുന്നില്ല. ഞാനതങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, ചോറൊന്ന് മിക്സ് ചെയ്ത ശേഷം ചിക്കൻ അല്ലാതെ സെപ്പറേറ്റ് എടുക്കാമെന്ന്. പക്ഷെ നടക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് അമ്മ എല്ലാം കൂടി ചിക്കനും ചോറും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ ബിരിയാണി സെർവ് ചെയ്ത് കേട്ടോ. എങ്ങനെയായാലും നമ്മൾ ചോറെല്ലാം മിക്സ് ചെയ്തല്ലേ കഴിക്കുന്നത്, ചോറും ചിക്കനും ഒക്കെ മിക്സ് ചെയ്തല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമ്മളല്ലേ കഴിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. ഞാൻ ഇളക്കുന്നത് കണ്ടിട്ടാണ് വേദ പറഞ്ഞു, ആ കുഴപ്പമില്ല, എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നാൽ മതി, എനിക്ക് ചിക്കൻ സെപ്പറേറ്റ് ചോറ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടാന്നൊക്കെ പറയും കേട്ടോ. കാരണം അവൾക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ ഇരിക്കണം, ചിക്കൻ അല്ലാതെ ഇങ്ങനെ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന കണ്ടില്ല അങ്ങനെ വയ്ക്കണം. പക്ഷേ നമ്മളിവിടെ എപ്പോഴും എല്ലാം കൂടി മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ഉപയോഗം ചോറും കറികളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും. പക്ഷെ വേദയ്ക്കത് ഇഷ്ടമല്ല. അപ്പുറത്ത് ആദൂസിൻ്റെ വീട്ടിൽ നിന്നൊക്കെ, ആദൂസിൻ്റെ അവിടെ അവർ മുസ്ലിംസ് ആട്ടോ, അവർ നന്നായിട്ട് ഉണ്ടാക്കും. ആദൂസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും പോലെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വരും. അതുപോലെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടേസ്റ്റ് വൈസ് ഓക്കെ. പക്ഷെ അല്ലാതെ ഈ പറയുന്ന ആഡംബര പരിപാടികളൊന്നും നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ല കേട്ടോ. ഇത് വേദ ഉണ്ടാക്കിയ ഒരു സാധനമാണ്, ഞാൻ പറഞ്ഞല്ലേ അവളുടെ ചാനലിടാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. അമ്മ ഉറപ്പായിട്ടും പറയണേന്ന് പറഞ്ഞ് എന്നോട് അത് പൊക്കി കാണിച്ചിട്ട് വേദ കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പറയാൻ പറഞ്ഞു, അവൾ ഉണ്ടാക്കിയ സാധനമാണ് ആപ്പിൾ ഉപ്പിലിട്ടത് കേട്ടോ. അങ്ങനെ ആപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ബിരിയാണി സെർവ് ചെയ്യാൻ പോവാണ്. ഇത് അച്ഛനുള്ള ഗീ റൈസ്. അച്ഛന് ഗീ റൈസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാനതിൽ ക്യാരറ്റും നമ്മുടെ സാമ്പാറും മുളകും ഒക്കെ ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാമ്പാറും മുളകും ക്യാരറ്റും ഒന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല. പിന്നെ അച്ഛൻ കഴിക്കുന്നതല്ലേ, വെറുതെ എങ്ങനെ കഴിക്കുമെന്ന് കരുതിയിട്ടാണ് ഗീ റൈസിൽ അച്ഛൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ കൂട്ടത്ത് അതുകൂടെ ഇട്ടത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ലേശം സാലഡും വെച്ച് അച്ഛനും കൊടുത്തു. എന്നിട്ട് അമ്മയുടെ ഫിഷ് പിക്കിളും വെച്ചാണ് അച്ഛൻ ഇന്ന് ബിരിയാണി കഴിക്കുന്നത്. അപ്പോഴേക്കും അമ്മ ഏതാണ്ട് സാധനം ഓർഡർ ചെയ്തു വന്നു. അതിൻ്റെ പൊട്ടിപ്പൊളിക്കുക കേട്ടോ. ഇപ്പോൾ ദിവസവും ഇഷ്ടം പോലെ സാധനങ്ങൾ വരുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് ഓർഡർ ചെയ്യുകയാണ്. ഇന്നലെ വന്ന ആ ബോട്ടിലിനെ തിരിച്ചയച്ചു. ഇന്ന് ഈ സാധനം വന്ന് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല, അതിനെ തിരിച്ചയക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഓരോരോ ആനന്ദങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. അങ്ങനെ എനിക്കുള്ള ബിരിയാണി, വേദയ്ക്കുള്ള ബിരിയാണി, സച്ചിനുള്ള ബിരിയാണി, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി കോരി, അച്ഛന് ഗീ റൈസ് കോരി. അപ്പോൾ ചീമയ്ക്ക് കഴിക്കാൻ പറയുമ്പോൾ ചീമയ്ക്ക് ഗ്യാസ് കയറിയിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് എല്ലാം കഴിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിച്ച ഉടനെ കഴിക്കാൻ പറ്റില്ലല്ലോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കാം എന്ന് പറഞ്ഞ് ചീമ അങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി കുറേ സമയം സ്ലോ കുക്ക്ഡായിട്ട് എടുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇത് റെഡി ആയിട്ടുണ്ട്. പക്ഷേ വേദ പറഞ്ഞില്ല, വൈറ്റ് റൈസിൻ്റെ കൂടെ സെപ്പറേറ്റ് ചിക്കനായിട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് തമിഴ്നാട് സ്റ്റൈലിൽ എല്ലാം കൂടി തമിഴ്നാട്ടിലാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് തരുന്ന ബിരിയാണി ഇതാട്ടോ. അമ്മ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത സാധനം. ഗ്യാസ് സ്റ്റൗവിൻ്റെ എവിടെയോ വയ്ക്കുന്നത്. അപ്പോൾ വയ്ക്കുമ്പോൾ തീ അതിനകത്ത് തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷേ വന്നപ്പോൾ അത് എവിടെ വയ്ക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് പോയി അവിടത്തൊക്കെ കൊണ്ട് വെച്ചപ്പോൾ ഒന്നും പിടി കിട്ടുന്നില്ല. പിന്നെ അതിന് റിട്ടേൺ അയക്കാൻ അമ്മ കൊടുത്തേ. എന്നിട്ട് ഞാൻ ബിരിയാണി കഴിപ്പ് തുടങ്ങി. ഏതാണ് സാധനം ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് ബിരിയാണി കഴിക്കാൻ തുടങ്ങി. അടിപൊളി ബിരിയാണി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് 2-3 കൊലയല്ല കിലോ കുറച്ചിട്ട് വരും നെട്ടയത്ത് വന്ന് മൂക്കുമുട്ട തിന്നും. ബിരിയാണി മൂക്കുമുട്ട ഞാൻ തിന്നു കേട്ടോ, മൂക്കുമുട്ട. സത്യം പറഞ്ഞാൽ തിന്നിട്ട് പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഞാൻ വയറ് നിറങ്ങിപ്പോയി. പക്ഷേ ഇന്നത്തെ എൻ്റെ ബിരിയാണിക്ക് എന്തോ ഒരു അപാകത ഇല്ല, എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഒത്തില്ല കേട്ടോ. എന്നും വയ്ക്കുന്ന അത്രയും ടേസ്റ്റ് ഒത്തില്ല. ചിലപ്പോൾ നമ്മൾ വച്ച് നമ്മൾ ഭയങ്കര ഇതാവുമെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഇത് ഞാൻ വച്ച് താഴോട്ടാണോ എന്നൊരു സംശയം. പണ്ടൊക്കെ ഇതിലും നന്നായിട്ട് ഞാൻ ബിരിയാണി വയ്ക്കുമായിരുന്നു. ഇന്നത്തെ ബിരിയാണി എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. അതെന്തെന്നോ, തൈര് ഭയങ്കര പുളിപ്പായിരുന്നു ബിരിയാണിയിൽ ഒഴിക്കാനായിട്ട് എടുത്ത തൈര്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് തൈരൊക്കെ ഒഴിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ആണോ എന്നറിയില്ല. ഒത്തു, എന്നാലും അങ്ങോട്ടൊരു 100% അങ്ങോട്ട് ശരിയായിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് കേട്ടോ. എങ്കിലും എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതിന് മുളകെല്ലാം ചതച്ച് തന്ന അമ്മ കേട്ടോ. മുളക് കുറച്ച് കൂടിപ്പോയി, ലേശം കൂടിപ്പോയി. ബിരിയാണിക്ക് ആരും അങ്ങനെ അധികം എരിവ് കഴിക്കത്തില്ലല്ലോ, ഭയങ്കര എരിവെന്നല്ല, എങ്കിലും ബിരിയാണിക്ക് അത്ര എരിവ് പാടില്ലല്ലോ, അതുകൊണ്ട് എരിവ് കുറച്ച് കൂടിപ്പോയി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എൻ്റെ ബിരിയാണിയുടെ കുറ്റം എന്ന് പറയുന്നത്. അപ്പം ഞാനുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും കഴിച്ചിട്ട് കൊള്ളില്ല എങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ ഞാൻ പറയും. അതിനിപ്പോൾ എനിക്ക് നാണക്കേടൊന്നുമില്ല കേട്ടോ. അങ്ങനെ മൂക്കുമുട്ടം തിന്നിട്ട് കഴുത്ത് വരെ ബിരിയാണി നിറഞ്ഞിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനോ അനങ്ങാനോ പറ്റാതെ ഞാൻ ഇരിക്കുകയാണേ.
ചീമ കഴിച്ചില്ല, ചീമ കറങ്ങി കറങ്ങി നടക്കുകയാണ്. ബാക്കി നമ്മളെല്ലാവരും കഴിച്ചു. ചീമയെ നോക്കിയിരുന്ന് എപ്പോഴെങ്കിലും കഴിക്കാൻ നടക്കത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു. സത്യമായിട്ട് എൻ്റെ വയറൊന്ന് ഇറങ്ങി പോയിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോഴാണ് ഞാൻ അമ്മ എന്താണ് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് കണ്ടത്. ഇതെന്തിനാണ് അമ്മ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും അമ്മ ദേ കിച്ചണിൽ നിന്നും ചാടി കുതിച്ച് പറന്നൊക്കെ വരുന്നുണ്ട്. അമ്മ വാങ്ങിച്ച് വച്ചിരുന്ന ക്യാഷ്നട്ട് എടുത്ത് ബിരിയാണിയിലിട്ടു. ഞങ്ങൾ വാങ്ങാൻ പോയപ്പോൾ ക്യാഷ്നട്ട് സെപ്പറേറ്റ് വാങ്ങിയില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. എന്തിനത് ചെയ്തു? ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്ന എൻ്റെ ക്യാഷ്നട്ട് വഴക്കം കൊണ്ട് വരിക കേട്ടോ. ഞാൻ വാങ്ങിച്ച് വെച്ചിരുന്ന എൻ്റെ ക്യാഷ്നട്ട് എടുത്ത് എന്തിനിട്ടു? നിങ്ങൾ സെപ്പറേറ്റ് ബിരിയാണിയിൽ ക്യാഷ്നട്ട് വാങ്ങണം. വേദ ഇത് ഗംഭീരമായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ വേദ ഇറങ്ങി ഇതുപോലെ എടുത്ത് നാളെ യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പിന് വേണ്ടി അടി കൂടുന്നതാണെന്ന് ഞാൻ തംബ്നെയിലും കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മര്യാദയ്ക്കിരുന്നോണ്ട് ഞാൻ എന്ത് കോപ്രായം കാണിച്ചില്ല അതെല്ലാം എടുത്ത് യൂട്യൂബിലിടുമെന്ന് പറഞ്ഞ് അമ്മ എന്നോട് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരെ കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് എഴുതി. ചിലരൊക്കെ നമ്മുടെ വീഡിയോസിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അയ്യോ വേണ്ട എടുക്കല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ചിലരൊക്കെ വളരെ സന്തോഷത്തോടെ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ എടുക്കാൻ പറയും. അപ്പം നമുക്കും ഒരു സന്തോഷം, അവർക്കൊരു സന്തോഷം. അപ്പോൾ വൈകിട്ട് എൻ്റെ ഇത് എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ വച്ചിരുന്നതാണ്. അപ്പോഴാണ് അവർ വന്നത്. പിന്നെ അവരെ കൂടെ കാണിച്ചിട്ടങ്ങ് നമുക്ക് നിർത്താൻ കരുതി. അപ്പോൾ വേദയാണ് വീഡിയോ എടുക്കുന്നത്. എന്തൊക്കെയോ വേദ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തൊക്കെയാണ് ഈ വേദ കാണിച്ച് കൂട്ടുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ഗസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ആറാമ്പള്ളി എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം ചുള്ളിമാനൂർ ആറാമ്പള്ളി. അവിടെ നമ്മുടെ നെയ്ബേഴ്സായിട്ടുണ്ടായിരുന്നത് ഒരു ആൻറ്റിയും മോളും ഒക്കെയാണ് വരുന്നത്. എനിക്കാരെയും വലിയ പേര് പരിചയമില്ല, അച്ഛനൊക്കെ അറിയാം. അങ്ങനെ എൻ്റെ ചുള്ളിമാനൂർ ആറാമ്പള്ളി വീഡിയോ കണ്ട ശേഷമാണ് ആ ശ്രീകുട്ടിയാണ് ഈ ശ്രീകുട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അമ്മയോട്ട് ഫേസ്ബുക്കിലൊക്കെ മെസ്സഞ്ചർ വഴിയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ചീമയെ കാണാനായിട്ട് വന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ആൻറ്റിയുടെ മോളുടെ മോളുമാണ് ഇരിക്കുന്നത്. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു ഗേൾ കേട്ടോ. സ്മാർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് വാവ. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഒരു മടിയില്ലാണ്ട്, സാധാരണ കുട്ടികളൊക്കെ എല്ലാവരുടെ കയ്യിലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പക്ഷെ എല്ലായിടത്തും പോയി നല്ല പോലെ കളിച്ച് ചിരിച്ച് ഓടിച്ചാടി നടക്കുന്ന ഒരു സ്മാർട്ട് ഗേൾ കേട്ടോ. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചീമയെ കാണാൻ എല്ലാവരും എല്ലാ ആഴ്ചയിലും ശനി ഞായറൊക്കെ എല്ലാവരും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം നമുക്ക് എൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല നേരത്തെ എൻഡ് ചെയ്യാനിരുന്നതാണ്. അവർ വന്നപ്പോൾ അവരെ കൂടി കാണിച്ചിട്ട് എൻഡ് ചെയ്യാമെന്ന് കരുതിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നാളെ ഒരു കുഞ്ഞ് യാത്ര ഞാൻ പോവുകയാണ്. അതിൻ്റെ വിശേഷമായിരിക്കും അടുത്ത വീഡിയോ. ടാറ്റാ ബൈ ബൈ.